കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അടുത്ത മൊഡ്യൂളായിട്ടുള്ള മൊഡ്യൂൾ 5 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് എഡ്യൂക്കേഷൻ എന്നുള്ളത് കോപ്പറേറ്റീവിൻ്റെ പ്രത്യേകത. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് കോപ്പറേറ്റീവിന്റെ അതിന്റെ രൂപം തന്നെ അങ്ങനെയാണ്. അത് കോപ്പറേറ്റീവ്സ് അതൊരു വേ ഓഫ് ലിവിങ് തന്നെയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അത് സ്പെഷ്യൽ വേ ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. ഒരു പ്രത്യേക തരം ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫാക്റ്റ് ആണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ഇതിന്റെ എഡ്യൂക്കേഷൻ ഇല്ലാതെ നിലനിൽപ്പില്ല എന്നുള്ളത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കോ-റിലേറ്റഡ് ആൻഡ് ഇന്റർഡിപെൻഡന്റ് ആണ്. വിതൗട്ട് വൺ അതർ കനോട്ട് ബി പോസിബിൾ. കോപ്പറേറ്റീവ് മൂവ്മെന്റും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ഇല്ലാതെ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റില്ല, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളത്. അതിലൊന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പ് സാധ്യമല്ല എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇല്ല എന്ന് പറയാം. എഡ്യൂക്കേഷൻ ഷാർപ്പൻസ് ഇന്റലക്ട്. എഡ്യൂക്കേഷന്റെ പർപ്പസ് നമ്മൾ പറയാണ്. ഇന്റലക്റ്റിന് എന്ത് ചെയ്യും? ഷാർപ്പൻ ചെയ്യും. ബ്രോഡൻസ് ദി വിഷൻ ആൻഡ് ബിൽഡ് അപ്പ് ദി ക്യാരക്ടർ. ട്രെയിനിങ് ആണെങ്കിൽ അതേസമയം ഗീവ്സ് പ്രാക്ടിക്കൽ ഷേപ്പ് ടു ഓൾ ദീസ് ഫാക്ടേഴ്സ്. അത് ട്രെയിനിങ് നൽകുന്നത് അതിന്റെ പ്രാക്ടിക്കൽ ഷേപ്പാണ്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. അത് ഫർദർ ദി പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ഒരു ഫർദർ പ്രോഗ്രസ് ആണ് എന്ത് ട്രെയിനിങ് എന്നുള്ളത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന് കോപ്പറേഷൻ ഈസ് ആൻ എക്കണോമിക് പ്രോഗ്രാം എംപ്ലോയിങ് എഡ്യൂക്കേഷൻ ആക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ചിലർ. കോപ്പറേഷൻ എന്നുള്ളത് ഒരു എക്കണോമിക് പ്രോഗ്രാം ആണ്. അതിൽ എഡ്യൂക്കേഷൻ ആക്ഷൻ എന്ത് ചെയ്തു? എംപ്ലോയിങ് ചെയ്യുന്നത്. മറ്റൊരു തിങ്കേഴ്സ് മറ്റു ചില കോപ്പറേറ്റേഴ്സിന്റെ അഭിപ്രായത്തിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ് എംപ്ലോയിങ് എക്കണോമിക് ആക്ഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ് എംപ്ലോയിങ് എക്കണോമിക് ആക്ഷൻ. എക്കണോമിക് ആക്ഷൻ ആവശ്യമുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ്. എക്കണോമിക് ആക്ഷനിൽ എംപ്ലോയ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ്. എക്കണോമിക് അപ്ലൈ ചെയ്യുന്നത് അത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. അത് എക്കണോമിക് ആക്ഷനിൽ എന്ത് ചെയ്യുന്നു? അത് നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കോപ്പറേഷനെ കുറിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ വാചകങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സ് ഉണ്ടാകും മുന്നേ കോപ്പറേറ്റേഴ്സിനെ ഉണ്ടാക്കണം. അത് കോപ്പറേറ്റീവ്സിനെ സംബന്ധിച്ച് ധാരണയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കോപ്പറേറ്റേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് ആർക്കുള്ളത്? ജവഹർലാൽ നെഹ്റുവിന്റെ ഉണ്ടായിരുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ വാചകം എടുക്കുകയാണെങ്കിൽ കോപ്പറേറ്റേഴ്സ് ആണ് ആദ്യം ഉണ്ടാകേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെന്റിനേക്കാൾ മുമ്പ്. കോപ്പറേറ്റീവ്സിന് എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എഡ്യൂക്കേഷൻ ആവശ്യം എന്നുള്ളത്? കോപ്പറേഷൻ എന്നുള്ളത് ബിസിനസ് ആസ് എൻ എക്കണോമിക് കൺസേൺ. കോപ്പറേറ്റീവ് മൂവ്മെന്റ് എയിംഡ് അറ്റ് വെൽ ബീയിങ് ഓഫ് അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ്. അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസിന്റെ വെൽ ബീയിങ്ങിന് വേണ്ടിയാണ് എന്ത് കോപ്പറേറ്റീവ്സ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒരു വേ ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള എടുക്കുകയാണെങ്കിൽ വെൽ ബീയിങ് ഓഫ് ദി പ്രിവിലേജ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതിന്റെ ആക്ടിവിറ്റീസിലൊക്കെ തന്നെ എന്ത് വേണം? ഒരു എഡ്യൂക്കേഷൻ ആവശ്യമാണെന്നുള്ളത് നിർബന്ധമാണ്. കാരണം അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എഡ്യൂക്കേറ്റഡ് ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. കോപ്പറേഷൻ ഈസ് ടെക്നിക്കൽ സെൻസ്. ടെക്നിക്കൽ സെൻസ് എടുക്കുകയാണെങ്കിൽ നെയിംലി
the way of doing business as new and strange phenomena which was unknown to ordinary. സാധാരണക്കാരന് അറിയാത്തൊരു കാര്യമാണ് കോർപ്പറേഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിവ് നൽകുക എന്നുള്ളത് നിർബന്ധമാണെന്നും പറയാം. ഇനി റോക്ക്ഡെയിൽ പയനീഴ്സ് കോർപ്പറേഷനെ സംബന്ധിച്ച് ചില പ്രിൻസിപ്പിൾസ് ഫോമുലേറ്റ് ചെയ്ത ആളുകൾ എന്താ പറയുന്നത് നോക്കാം. റോക്ക്ഡെയിൽ പയനീഴ്സ് പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് റോക്ക്ഡെയിൽ പയനീഴ്സ് ഹാഡ് റെക്കഗ്നൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ICA പ്രിൻസിപ്പിൾസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്തായിട്ടാണ് അതിലൊരു പ്രിൻസിപ്പിളായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫാക്റ്റ് ആണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ ഫേസ് ഓഫ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് നിലനിൽക്കുന്നത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്താണ്? കോ റിലേറ്റഡ് ആണ്, ഇന്റർ ഡിപ്പെൻഡഡ് ആണ്. വിത്തൗട്ട് വൺ അതർ കനോട്ട് ബി പോസിബിൾ എന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു. പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുന്നത് എന്താ? ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു. സക്സസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഓഫ് മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ഡിഫറെന്റ് മെത്തേഡ്സ് ഓൺ അപ്ലിക്കേഷൻ ഓഫ് കോർപ്പറേഷൻ ഉണ്ട്, വേ ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ട്രെയിനിങ് അതെന്തിനൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അണ്ടർ ഡെവലപ്ഡ് ആണ്. ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ എന്താണ്? ഡെവലപ്പിംഗ് കൺട്രീസ് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സം കോപ്പറേറ്റേഴ്സിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറഞ്ഞു. എക്കണോമിക് പ്രോഗ്രാം എംപ്ലോയിങ് എഡ്യൂക്കേഷൻ ആക്ഷൻ എന്ന് പറഞ്ഞു. സം കോപ്പറേറ്റേഴ്സിന്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എംപ്ലോയിങ് എക്കണോമിക് ആക്ഷൻ എന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്നാണ് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന്റെ ഒറിജിന്റെ കാലഘട്ടത്തിൽ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒരു വേ ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്, ഒരു എക്കണോമിക് കൺസേൺ ആണ്. അതിന്റെ എയിം എന്നത് വെൽ ബീയിങ് ഓഫ് ദി അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് അതിന്റെ എല്ലാ ആക്ടിവിറ്റീസിലും എന്താണ് ആവശ്യമാണെന്ന് വരുന്നു. കോപ്പറേഷൻ ടെക്നിക്കൽ സെൻസ് എടുക്കുകയാണെങ്കിൽ വേ ഓഫ് ഡൂയിങ് ബിസിനസ് അത് ന്യൂ ആണ്, സ്ട്രേഞ്ച് ഫിനോമിനയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പഠിച്ചെടുക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ ട്രെയിനിങ് നൽകേണ്ടത് എന്താണ്? ആവശ്യമാണ്. റോക്ക്ഡെയിൽ പയനീഴ്സിന്റെ പ്രിൻസിപ്പിൾസ് ഫോമുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ICAയുടെ പ്രിൻസിപ്പിൾസ് ഇവോൾവ് ചെയ്യുന്ന സമയത്തും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് വേണ്ടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇന്ത്യയിൽ ആരംഭിച്ചത് 1914 മക്ലഹാൻ കമ്മിറ്റിയാണ് അതിനായിട്ട് നിയോഗിച്ചത്. ആ മക്ലഹാൻ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഒരു സബ്മിറ്റ് ചെയ്ത് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്ത പ്രപ്പോസൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടി ഉള്ള പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം വന്ന റോയൽ കമ്മീഷൻ അവരുടെ അഭിപ്രായത്തിൽ ഞാൻ പറയാ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു? ലാക്ക് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് പ്രോഗ്രസിനെ ബാധിക്കുമെന്നാണ് മക്ലഹാൻ കമ്മിറ്റി കണ്ടെത്തിയത്. റോയൽ കമ്മീഷൻ അതിനുശേഷം 1928 വന്നു. അവരുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷനാണ് അവർ മുന്നോട്ട് വെച്ചത്. 1935 പിന്നീട് വന്ന മാൽക്കം ഡാർലിംഗ് അവർ റെക്കമെൻഡ് ചെയ്തത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവർ ശ്രദ്ധപ്പെടുത്തിയത്. ഫസ്റ്റ് കമ്മിറ്റി റെക്കമെൻഡഡ് പ്ലാൻഡ് പ്രോഗ്രാം ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മിറ്റി ആയിട്ടാണ് മാൽക്കം ഡാർലിംഗ് കമ്മിറ്റി അറിയപ്പെടുന്നത്. സ്റ്റേറ്റ് എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് മുടക്കണം. അതായത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ എന്ത് ചെയ്യണം? അതിനുള്ള ഫിനാൻസ് മുടക്കണം എന്നുള്ള അഭിപ്രായം മാൽക്കം ഡാർലിംഗ് മുന്നോട്ട് വെക്കുകയുണ്ടായി. ദെൻ നെക്സ്റ്റ് മാൽക്കം ഡാർലിംഗിന്റെ റെക്കമെൻഡേഷൻസ് ആണ്. അവർ 3 ഫേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിട്ടാണ് എന്ത് ചെയ്തത്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് എന്ത് ചെയ്തത്? വിഭജിച്ചത്.
അതിന് ഒന്ന് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ട്രെയിനേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സിനും ടീച്ചേഴ്സിനുമുള്ള ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാം ഫോർ പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. പിന്നെ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള എംപ്ലോയീസിനുള്ള ട്രെയിനിങ്. മാനേജിംഗ് കമ്മിറ്റി, അതേപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഓർഡിനറി മെമ്പേഴ്സ്. അതിന് പുറമെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനും ഓർഡിനറി മെമ്പേഴ്സിനുള്ള ട്രെയിനിങ്. അങ്ങനെ 3 ഫേസ് ആണ്. ഒന്ന് എഡ്യൂക്കേറ്റേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ്, അതായത് ട്രെയിനേഴ്സ്. രണ്ടാമത്തെ പ്രോഗ്രാം പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തത് എംപ്ലോയീസ്, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഓർഡിനറി മെമ്പേഴ്സ്. 3 തരത്തിലുള്ള 3 ഫേസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്മിറ്റി ശുപാർശ ചെയ്തത്. അതിനുശേഷം 1946 കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. അവർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അത് സ്കൂളിൽ ഒരു സബ്ജക്റ്റ് തന്നെ ആക്കി മാറ്റണം, കോളേജുകളിലൊക്കെ ഒരു സബ്ജക്റ്റ് തന്നെയായിട്ട് പഠിപ്പിക്കണം എന്ന് നിർദ്ദേശം മുന്നോട്ടൊക്കെ ഉണ്ടായി. കോപ്പറേറ്റീവ് കോളേജുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഡ്വാൻസ്ഡ് ലെവൽ സ്റ്റഡിക്ക് വേണ്ടി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയെ അവരെന്ത് ചെയ്തു, അതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇൻ 1953, 1953 നാഷണൽ ലെവൽ ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, ഫോം ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഇടയിൽ 1951 കോപ്പറേറ്റീവ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വന്നത്. ആ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞാണ്. അതിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണിയിട്ടുണ്ട്. 1953 നാഷണൽ ലെവൽ കമ്മിറ്റി എന്ത് ചെയ്തു വന്നു. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആണെന്നാണ് കമ്മിറ്റിയുടെ പേര്. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്, ആ ഒരു കമ്മിറ്റി ആണ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കീംസ്, പ്രോഗ്രാംസ് എന്ത് ചെയ്തു മുന്നോട്ട് വെച്ചത്. 1951 ഓൾ ഇന്ത്യ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഇന്ത്യ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിക്ക് ശേഷം വന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ് 1953 സെൻട്രൽ കമ്മിറ്റി. ആ കമ്മിറ്റി സ്പെസിഫിക് സ്കീംസും പ്രോഗ്രാംസും എന്ത് ചെയ്തു മുന്നോട്ട് വെച്ചു. അത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രെയിനീസിനുള്ള ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു, അവര് 3 കാറ്റഗറീസ് ആക്കി തിരിക്കുകയുണ്ടായി. ഹയർ, ഇന്റർമീഡിയറ്റ്, സബോർഡിനേറ്റ്. അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൂനെയിലുള്ള ട്രെയിനിങ് സെന്ററിനെ എന്താക്കി മാറ്റുക, നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റുക. പിന്നെയുള്ള റെക്കമെൻഡേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റീജിയണൽ സെന്റേഴ്സ് വ്യാപകമായിട്ട് ആരംഭിക്കുക ഇന്റർമീഡിയറ്റ് ലെവൽ ട്രെയിനിങ്ങിന് വേണ്ടി. അതുപോലെ തന്നെ ട്രെയിനിങ് സെന്റർ ഫോർ സബോർഡിനേറ്റ് ഉള്ള ട്രെയിനിങ് സെന്ററുകളും ആരംഭിക്കുക. ഈ നിർദ്ദേശങ്ങളാണ് 1953 നിലവിൽ വന്ന സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ത് ചെയ്ത് മുന്നോട്ട് വെച്ചു. അതിൻ്റെ കൂടാതെ ട്രെയിനിങ് ഫോർ നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റീവ്സ് എന്നുള്ള ആശയവും അവർ മുന്നോട്ടൊക്കെ ഉണ്ടായി. അതിനുശേഷം 1960 പിന്നീട് ഒരു കമ്മിറ്റി നിലവിൽ വരുന്നത്. SD മിശ്ര കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. അവർ നാഷണൽ ലെവൽ കോൺഫറൻസിൽ ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ടൊക്കെ ഉണ്ടായി. ആ കോൺഫറൻസ് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സിന്റെ നാഷണൽ ലെവൽ കോൺഫറൻസിൽ അത് റിപ്പോർട്ട് എന്ത് ചെയ്തു, ഡിസ്കഷൻ വെച്ചു. ആ ഡിസ്കഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില തീരുമാനങ്ങൾ എന്ത് ചെയ്തു, ആ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് എന്ത് ചെയ്തു, ആ കോൺഫറൻസിൽ ഉരുത്തിരിയുകയുണ്ടായി. അതിൽ വരുന്ന പ്രധാന നിർദ്ദേശങ്ങളാണ് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. സെൻട്രൽ കമ്മിറ്റി എന്താക്കി മാറ്റാനുള്ള തീരുമാനമാണ് എടുത്തത്, നാഷണൽ ബോർഡാക്കി മാറ്റുക. നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്നുള്ള പേരിലേക്ക് മാറ്റി. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റീജിയണൽ സെന്റേഴ്സ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റീജിയണൽ സെന്റേഴ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ ഈ നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനായിട്ട് കൈമാറണം എന്നുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്ററിന്റെ ചുമതല വഹിക്കേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ ചുമതല വഹിക്കേണ്ടത് സ്റ്റേറ്റ് യൂണിയൻസ് ആണെന്നും തീരുമാനിച്ചു. കോപ്പറേഷൻ ഷുഡ് ബി മെയ്ഡ് ആസ് എൻ ഓപ്ഷണൽ സബ്ജക്ട്. അതിന്റെ കൂടാതെ ഏറ്റവും വലിയ തീരുമാനമാണ്
കോർപ്പറേഷൻ എന്നുള്ളത് PGക്കും ഡിഗ്രിക്കുമുള്ള സബ്ജക്റ്റാക്കി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റാക്കി പഠിക്കാൻ ഉള്ള നിർദ്ദേശം തീരുമാനം എന്ത് ചെയ്തു ആ യോഗത്തിൽ ആ കോൺഫറൻസ് വെച്ചിട്ട് എടുക്കുകയുണ്ടായി. കോർപ്പറേഷൻ ഷുഡ് ബി മെയ്ഡ് ആസ് ആൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ഫോർ ഗ്രാജുവേഷൻ ആൻഡ് PG കോഴ്സ്. PG കോഴ്സിന് ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പ്രത്യേക സബ്ജക്റ്റായിട്ട് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ള തീരുമാനം എന്ത് ചെയ്തു ആ യോഗത്തിൽ വെച്ച് എടുക്കുകയുണ്ടായി. ദെൻ എന്താണ് എഡ്യൂക്കേഷൻ ഫണ്ട്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടി വരുന്ന ഫണ്ട് അത് കളക്ഷനുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ വേണ്ട മാറ്റത്തിരുത്തലുകൾ, അതായത് പ്രൊവിഷൻ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൽ വരുത്തേണ്ട തിരുത്തലുകൾക്ക് വരുത്തുകയുണ്ടായി. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, ആ ഫണ്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ആക്ടിൽ തന്നെ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകളാണ് പിന്നീട് വരുത്തിയത്. ദെൻ കമ്മിറ്റി ഫോംഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് NCUI ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് പിന്നീട് ഒരു പുതിയ കമ്മിറ്റി വന്നു. ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ 1973 ടു എക്സാമിൻ ദി ആഡിക്വസി ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ. നിലവിലുള്ള എഡ്യൂക്കേഷണൽ സ്ട്രക്ചറിന്റെ പോരായ്മ ഉണ്ടോ, അതിന്റെ ആഡിക്വസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി എന്ത് ചെയ്ത് നിയോഗിക്കുകയുണ്ടായി. ആ കമ്മിറ്റി അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച്, അവർ റെക്കമെൻഡേഷൻ അനുസരിച്ച് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റ്. എഡ്യൂക്കേഷനും ട്രെയിനിങ് എന്നുള്ള 2 പ്രോഗ്രാമിനെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലാണ് അവരെത്തിച്ചേർന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്. എഡ്യൂക്കേഷൻ പ്രോഗ്രാമും ട്രെയിനിങ് പ്രോഗ്രാമും എന്തായിരിക്കണം, സെപ്പറേറ്റ് ചെയ്തിരിക്കണം. പിന്നെ തീരുമാനമാണ്, റെക്കമെൻഡേഷൻസ് ആണ്. നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് എന്ത് ചെയ്യണമെന്ന് റീനെയിംഡ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നുള്ള NCCT എന്ന് പുനർനാമകരണം ചെയ്തു. ഇത്രയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് എന്ത് ചെയ്തത് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത്. അതൊന്നുകൂടി പറയാം. ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ്സ് 1914 ആദ്യമായിട്ട് ഓർഗനൈസ്ഡ് എഫേർട്ട് വരുന്നത്. 1928 റോയൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് വന്നു. 1935 മാക്കം ഡാർലിങ്ങിന്റെ റെക്കമെൻഡേഷൻസ്. 1935 ആൾക്ക് ഡാർലിങ്ങിന്റെ റെക്കമെൻഡേഷൻസിലാണ് 3 തരം ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഫേസുകളെ കുറിച്ച് പറഞ്ഞത്. ട്രെയിനേഴ്സിനുള്ള പ്രോഗ്രാം, പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ്സ്, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന് മെമ്പേഴ്സിനുള്ള ട്രെയിനിങ്. ദെൻ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണെന്നുള്ളത് പറഞ്ഞു. സ്കൂൾ സബ്ജക്റ്റാക്കി, കോളേജിലൊക്കെ സബ്ജക്റ്റുകളാക്കി, കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സ്ഥാപിക്കുന്നതിന് പറ്റിയിട്ടൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. 1953 നാഷണൽ ലെവൽ കമ്മിറ്റി എന്ത് ചെയ്തു, നിലവിൽ വന്നു. ആ നാഷണൽ ലെവൽ കമ്മിറ്റി പിന്നീട് എന്തായിരുന്നു, നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് മാറ്റി. അതിനെ എന്ത് ചെയ്തു, പിൽക്കാലത്ത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നാക്കി പുനർനാമീകരണം ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. കോപ്പറേറ്റീവ് അതിനിടയിൽ ഓൾ ഇന്ത്യ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. 1951 അവരുടെ ഇടപെടൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനുള്ള ഇമ്പോർട്ടൻസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ 1953 കമ്മിറ്റീനെ കുറിച്ചാണ്. അവരുടെ സ്കീംസ് എന്തൊക്കെയാണെന്നുള്ള ക്ലാസിഫിക്കേഷൻ ട്രെയിനീസ് ഇൻ 3 കാറ്റഗറീസ്, ഹയർ, ഇന്റർമീഡിയറ്റ്, സബോർഡിനേറ്റ്. ട്രെയിനിങ് സെന്റേഴ്സിന് അതേപോലെ തന്നെ ക്ലാസിഫൈ ചെയ്തു. അതിൽ ട്രെയിനിങ് സെന്റർ എന്നുള്ള എക്സിസ്റ്റിംഗ് ട്രെയിനിങ് സെന്ററിന് അതായിട്ട് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. റീജിയണൽ ട്രെയിനിങ് സെന്റേഴ്സ് ഇന്റർമീഡിയറ്റ് ലെവലിനും, ട്രെയിനിങ് സെന്റേഴ്സ് സബോർഡിനേറ്റിന് ഉള്ള ട്രെയിനിങ് സെന്റേഴ്സ് എന്നുള്ള രീതിയിലും ട്രെയിനിങ് സെന്റേഴ്സ് ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയുണ്ടായി. ട്രെയിനിങ് ഫോർ നോൺ ഓഫീഷ്യൽസ് എന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചതാണ്.
1960 മിശ്ര കമ്മിറ്റി അത് നാഷണൽ ലെവൽ കോൺഫറൻസിലാണ് ഡിസ്കസ് ചെയ്തത്. ആ ഡിസ്കഷൻ്റെ തീരുമാനം പറഞ്ഞു. അതിലാണ് നാഷണൽ ബോർഡ് എന്നുള്ള പേര് നാഷണൽ സെൻട്രൽ കമ്മിറ്റിക്ക് എന്ത് ചെയ്തത്, നാഷണൽ ബോർഡ് എന്ന് റീപ്ലേസ് ചെയ്തത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റീജിയണൽ സെൻറ്റേഴ്സ് ഇത് നാഷണൽ ബോർഡിനേക്ക് മാറ്റി. സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്ററുകൾ സ്റ്റേറ്റ് യൂണിയനേക്ക് കൈമാറി. കോർപ്പറേഷൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ആക്കാനുള്ള തീരുമാനം എടുത്തു. പിന്നെ എഡ്യൂക്കേഷൻ ഫണ്ട് 1973 കമ്മിറ്റി അവരുടെ റെക്കമെൻഡേഷൻസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നുള്ള പുനർനാമകരണം ചെയ്തതുമാണ്. ഇത്രയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൽ ആമുഖമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഒറിജിന് എന്നുള്ള ഭാഗത്ത് പറയാനുള്ളത്.